ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഞാനൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഇത് റിപ്പോർട്ട് ചെയ്യുക എന്ന ഉത്തരവാദിത്വം മാത്രം ചെയ്യേണ്ട ആളാണ്. ഞാനൊരു ആക്ടിവിസ്റ്റ് അല്ല, ഞാനൊരു മാധ്യമപ്രവർത്തകനാണ്. ജനങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കേണ്ട ആളാണ്. പക്ഷേ നിങ്ങൾ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ കരുണയ്ക്ക് വേണ്ടി ഇവിടെ ഇങ്ങനെ കാത്തുകെട്ടി കിടന്നാൽ അദ്ദേഹം കണ്ണു തുറക്കില്ല എന്നതുകൊണ്ടാണ് കണ്ണു തുറപ്പിക്കാനായിട്ട് കെൽപ്പുള്ള മനുഷ്യരെ ഒരുമിപ്പിക്കുന്ന പ്രക്രിയയുടെ ഭാഗമായി നിൽക്കുന്നത്. കണ്ണു തുറക്കണമെങ്കിൽ ദയയുള്ള ഒരു ഹൃദയം വേണം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. PSCയുടെ പരീക്ഷ ഞാൻ എഴുതിയിട്ടില്ലാത്ത ആളാണ്. അതിന് കാരണം എന്താണെന്നറിയോ? എഴുതിയാൽ കിട്ടുമെന്ന് എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ് പഠിച്ച് പരീക്ഷ എഴുതുക എന്ന് പറയുന്നത്. പരീക്ഷ എഴുതി കഴിവ് തെളിയിച്ച് ജോലി കിട്ടണമെങ്കിൽ വിവരവും വിവേകവും വേണം. അതില്ലാത്തവരാണ് ഇവിടെ ഭരിക്കുന്നത്. ഇവരാഗ്രഹിക്കുന്നത് മെറിറ്റ് ഇല്ലാത്ത കാലമാണ്. അവരോടൊപ്പം നിൽക്കുന്നവർ, അവരുടെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുന്നവർ, അവരുടെ കുടുംബക്കാർ, അവരുടെ ചാർച്ചക്കാർ, അവർക്ക് ടെസ്റ്റ് ഇല്ലാതെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ജോലിക്ക് കയറ്റിപ്പെടുത്ത് പിന്നീട് സ്ഥിരപ്പെടുത്തുന്നതാണ് ഇവരുടെ ഇഷ്ടം. കഴിഞ്ഞ 7 വർഷമായി അവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത് മെറിറ്റിനെയാണ്. ജാതിയുടെയോ രാഷ്ട്രീയത്തിന്റെയോ പ്രശ്നമല്ല. അതുകൊണ്ട് നിങ്ങൾ കേവലം 13,000 പേരുടെ ജോലി പ്രശ്നമല്ലിത്. കേരളത്തിലെ മെറിറ്റിന്റെ പ്രശ്നമാണ്. മെറിറ്റ് ഇല്ലാതെ ഒപ്പം നിന്നാൽ ജോലി കിട്ടുമെന്ന സന്ദേശത്തിനെതിരെയുള്ള സമരമാണിത്. സരിത പ്രസംഗിച്ചത് കേട്ടിരുന്നില്ലേ? സരിത പറഞ്ഞു പാർട്ടിയുടെ നയമാണ്. ആരുടെ പാർട്ടിയുടെ? സരിതയുടെ പാർട്ടിയുടെ, CPMന്റെ നയമാണ്. എന്താണ്? ആരെങ്കിലും ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് ജോലിക്ക് കയറ്റിയാൽ ഒരു 100 വോട്ട് ഉറപ്പാണ്. ഇതാണ് അവർ ആഗ്രഹിക്കുന്നത്. സമസ്ത മേഖലകളിലും രാഷ്ട്രീയവൽക്കരണം, മെറിറ്റില്ലാതെ നിയമനം, ഇത്തരത്തിൽ ശ്രമിക്കുന്നവരുടെ മുമ്പിലാണ് നിങ്ങൾ ബഹളം വെക്കുന്നതും സമരം ചെയ്യുന്നതും. ഈ സമരം വിജയിക്കണമെന്നാണ് എന്റെ പ്രാർത്ഥന. ഒപ്പമുണ്ട്. പക്ഷെ പൊതുസമൂഹം മുഴുവൻ കൂടെ ചേരണം, അല്ലാതെ സാധ്യമല്ല. ഇതിനൊപ്പം നിങ്ങൾ നിയമ പോരാട്ടം നടത്തണം. പിണറായി കണ്ടു തുറക്കും എന്ന് കാത്തിരുന്ന് ഏപ്രിൽ മാസം 13-ാം തീയതി വരെ ഇവിടെ ഇരുന്ന് കണ്ണീരോടെ നിങ്ങൾ മടങ്ങരുത്, കലാപത്തിലേക്ക് പോവരുത്. പക്ഷെ നിങ്ങൾ നിയമ പോരാട്ടം കൂടി നടത്തേണ്ടിയിരിക്കുന്നു. നിങ്ങൾ പിണറായിയുടെ കണ്ണു തുറക്കാൻ കണ്ണില്ലാത്ത ഒരാളുടെ കണ്ണെങ്ങനെ തുറക്കും? മനസാക്ഷി ഇല്ലാത്ത ഒരാളുടെ മനസാക്ഷി എങ്ങനെ അലിയും? അതുകൊണ്ട് നിങ്ങളുടെ സമരം ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ളതാണ്, പിണറായിയുടെ കണ്ണു തുറപ്പിക്കാനുള്ളതല്ല. അതുകൊണ്ടാണ് പറയുന്നത്, സ്നേഹബുദ്ധിയ നിയമ പോരാട്ടം തുടങ്ങാൻ വൈകരുത്. ഏപ്രിൽ 13 ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സമയം കിട്ടില്ല. അതുകൊണ്ട് ഈ സമരം നടത്തുമ്പോൾ തന്നെ നിങ്ങൾ നിയമ പോരാട്ടം ആരംഭിക്കണം. ഏറ്റവും ആദ്യത്തെ കാര്യം, കാലാവധി കഴിയുന്ന റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടുക എന്നതായിരിക്കണം. അതുകൊണ്ട് ദയവായി സംഘാടകരോട് എനിക്ക് പറയാനുള്ളത്, ഉടനടി നിങ്ങൾ അതിലോ നിയമ പോരാട്ടം കൂടി ആരംഭിക്കുക. ഒപ്പം നിങ്ങൾ സമരത്തിൽ തുടരുക. കണ്ണില്ലാത്തവരോടാണ് സമരം ചെയ്യുന്നത് എന്ന് കരുതുക. ഈ സമൂഹം നിങ്ങളോടൊപ്പമുണ്ട്. എക്കാലത്തും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ജയ് ഹിന്ദ്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.